നമസ്കാരം കൂട്ടുകാരെ. 2021 പുറത്തിറങ്ങിയ അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം പ്രോട്ടഷയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. വർഷം 1991. മൂഡി എന്നൊരു അസാസിൻ അന്ന് വിയറ്റ്നാം തെരുവിലൂടെ നടന്ന് ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറുകയാണ്. കെട്ടിടത്തിനകത്തേക്ക് എത്തിയ മൂഡിക്ക് കാണാൻ സാധിച്ചത് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിരവധി മൃതദേഹങ്ങളായിരുന്നു. അവിടെ ടേബിളിന്മേലുണ്ടായിരുന്ന പണസഞ്ചിയിലേക്ക് പണം വാരിയിട്ട് മൂടി അവിടെ നിന്ന് പോവാനൊരുങ്ങി. പെട്ടെന്നാണ് അലമാരയ്ക്കകത്തുനിന്ന് മൂടി ഒരു ശബ്ദം കേൾക്കുന്നത്. മൂടി ആ അലമാര തുറന്നു നോക്കി. അലമാരയ്ക്കുള്ളിൽ മൂടിക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് രക്തം മുഖത്തൊക്കെ പറ്റിയ നിലയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. മൂടി തന്റെ കൈ ഉയർത്തി തന്നെ അവർ തട്ടിക്കൊണ്ടു വന്നതാണെന്നും താൻ അവരെയൊക്കെ കൊന്നുകളഞ്ഞു എന്നും ആ പെൺകുട്ടി മൂടിയോട് പറഞ്ഞു. മൂടി ആ പെൺകുട്ടിയോട് സംസാരിച്ച് അവളെ സമാധാനിപ്പിച്ചു. അവളുടെ തോക്കുമാറ്റി അവളെ തന്റെ കൂടെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കുറേയധികം വർഷങ്ങൾ കടന്നുപോയി. കൃത്യമായി പറഞ്ഞാൽ 30 കൊല്ലങ്ങൾ. ബുക്രസ്റ്റ് എന്ന നഗരത്തിൽ വാലി എന്നു പേരുള്ള ഒരു ഗ്യാങ്സ്റ്റർ തട്ടിക്കൊണ്ടു പോവപ്പെട്ടു. റാൻസം മണി ചോദിച്ചുകൊണ്ടായിരുന്നു അയാൾ തട്ടിക്കൊണ്ടു പോവപ്പെട്ടത്. അവന്റെ ബോസായ മാഫിയ ബോസിനെ കോൾ ചെയ്ത് റാൻസം മണി ആവശ്യപ്പെടാനുള്ള അവസരം അവന് ലഭിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകുന്നവർ ആവശ്യപ്പെടുന്നത് $3 മില്യൺ. വിവരമറിഞ്ഞ വാലിയുടെ അച്ഛൻ കൂടിയായ മാഫിയ ബോസ് തന്റെ മകനെ രക്ഷപ്പെടുത്തുവാൻ വളരെ പവർഫുള്ളായ ഒരു ഗ്യാങ്സ്റ്റർ സംഘത്തെ തന്നെ അയച്ചു. അവർ പറഞ്ഞ മീറ്റിംഗിടത്തെത്തിയതും അങ്ങോട്ടേക്കൊരു വാൻ വന്നു നിന്നു. വാലിയെ തട്ടിക്കൊണ്ടു പോയവരായിരിക്കും അത് എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങോട്ടേക്ക് വന്നു നിന്ന വാനിലുണ്ടായിരുന്നത് ഒരു യുവതിയായിരുന്നു. മൂടി കണ്ടെത്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോയ അന്ന എന്ന പെൺകുട്ടി വളർന്നു വലുതായതായിരുന്നു വധ. അന്നയെ ചെക്ക് ചെയ്ത് അന്നയുടെ പക്കൽ ആയുധമൊന്നുമില്ല എന്നുറപ്പുവരുത്തി ഗ്യാങ്സ്റ്റർ സംഘം വാലിയുടെ അച്ഛനായ മാഫിയ ബോസിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. സ്വിമ്മിംഗ് പൂളിലായിരുന്ന മാഫിയ ബോസ് തിരികെ നീന്തിക്കയറി വന്നു. ആനയ്ക്ക് എന്ന പോലെ പണം അവിടെ വെച്ചിരുന്നു. ഈ പണം എടുത്തുകൊണ്ടുപോയി എന്റെ മകനെ മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും എന്ന് മാഫിയ ബോസ് ഭീഷണിപ്പെടുത്തി. പക്ഷേ ആനയ്ക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. താനിവിടെ പണത്തിനു വേണ്ടി വന്നതല്ലെന്നും അയാൾക്ക് വേണ്ടി വന്നതാണ് എന്നും അന്ന വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. മാഫിയ ബോസിന്റെ കഴുത്തിൽ തന്നെ ഫോണിൽ നിന്നും ഉണ്ടാക്കിയ ആയുധം കുത്തിയിറക്കി അന്ന കൊലപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്ന 2 ഗ്യാങ്സ്റ്റേഴ്സിനെയും പൊടുന്നിനെ തന്നെ വകവരുത്തുകയും ചെയ്തു. ശേഷം ഒരു കൂസലുമില്ലാതെ ഒന്നും സംഭവിക്കാത്ത പോലെ മാഫിയ ബോസിന്റെ കൊട്ടാരത്തിൽ നിന്നും അന്ന പുറത്തേക്ക് വരാൻ തുടങ്ങി. പുറത്ത് ഗാർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആന അവർക്ക് മുമ്പിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്നു. അന്നയെ ആക്രമിക്കാൻ ഗാർഡുകൾ പിന്നാലെ പാഞ്ഞെത്തിയപ്പോൾ ദൂരെ നിന്നും സ്നൈപ്പർ ഷോട്ടുകൾ അവരുടെ ജീവനെടുക്കുന്നുണ്ടായിരുന്നു. അന്നയെ കവർ ചെയ്തുകൊണ്ട് സ്നൈപ്പർ സ്പെഷ്യലിസ്റ്റായ മൂടി ദൂരെ നിന്നും അന്നയെ പ്രൊട്ടക്ട് ചെയ്തതായിരുന്നു അത്. അധികം വൈകാതെ വാലിയെ റോഡ് സൈഡിൽ ഒരിടത്ത് ഉപേക്ഷിച്ച് മൂടിയെയും പിക്ക് ചെയ്ത് അവർ തങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത സന്തോഷത്തോടെ യാത്ര തുടങ്ങി. കാര്യമെന്തെന്ന് അപ്പോഴാണ് വ്യക്തമാകുന്നത്. മാഫിയ ബോസിനെ കൊല്ലുവാൻ അവർക്കാരോ കോൺട്രാക്ട് കൊടുത്തിരുന്നു. ആ കോൺട്രാക്റ്റാണ് വാലിയെ തട്ടിക്കൊണ്ടുപോയി അവർ ബുദ്ധിപരമായി നടപ്പിൽ വരുത്തിയത്. പക്ഷേ മാഫിയ ബോസ് ഓഫർ ചെയ്ത പണം കൂടി എടുക്കാമായിരുന്നു എന്ന് മൂടി ആനയോട് പറയുന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും ലണ്ടനിലേക്ക് തിരികെ എത്തി. ലണ്ടനിൽ വളരെ സാധാരണമായ ഒരു യുവതിയുടെ ജീവിതമാണ് അന്ന ജീവിക്കുന്നത്. അവൾ ഒരു അസാസിനാണെന്ന് ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല. നഗരത്തിൽ അവൾ ഒരു ബുക്ക് ഷോപ്പ് നടത്തുന്നുമുണ്ട്. മൂടിയാകട്ടെ കൺട്രി സൈഡിലെ വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിച്ചിരുന്നു. ഏറെക്കുറെ രണ്ടുപേരും റിട്ടയർ ചെയ്ത പോലായിരുന്നു ഉണ്ടായിരുന്നത്. സന്തോഷത്തോടെ നാളുകൾ പോയിക്കൊണ്ടിരിക്കെ മൂടിയുടെ 70ാമത്തെ പിറന്നാൾ വന്നു. മൂടിക്കായി കേക്കും വാങ്ങി അന്ന മൂടിയുടെ അടുത്തേക്ക് ചെന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് ലിമിറ്റഡ് എഡിഷൻ ഗിറ്റാർ ഒന്ന് അന്ന മൂടിക്ക് സമ്മാനമായി കൊടുത്തിരുന്നു. മൂടിയാകട്ടെ തന്റെ പുതിയ ഡ്രോണുമായി കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നവർ ഒരുപാട് സംസാരിച്ചു. മൂടി അന്നയെ ഒരു ഹൈഡ് ഔട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയം അന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ബുക്ക് ഷോപ്പ് അന്നയുടെ പേരിൽ അയാൾ വാങ്ങിച്ച കാര്യവും മൂടി അവളോട് പറഞ്ഞു. അവൾക്കത് പാഷൻ ആയതിനാൽ താനതിന് സപ്പോർട്ട് ചെയ്തുള്ളൂ എന്ന തരത്തിലും മൂടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഹൈഡ് ഔട്ടിൽ വെച്ച് പുതിയൊരു മിഷന്റെ കാര്യം മൂടി അന്നയോട് പറയുകയാണ്. 1998 മുതൽ താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലൂക്കാസ് എയ്സ് എന്നൊരു പയ്യനുണ്ടെന്നും അവനെ കണ്ടെത്തണം എന്നുമായിരുന്നു മൂടി ആവശ്യപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് താൻ കൊലപ്പെടുത്തിയ വലിയൊരു ക്രിമിനലിന്റെ മകനാണ് അവനെന്നും അന്നു മുതൽ അവനെ സംരക്ഷിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നെന്നും പക്ഷെ സാധിച്ചില്ലെന്നും മൂടി പറഞ്ഞു. പക്ഷെ അവനെ തന്റെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അന്ന തനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നും മൂടി ആവശ്യപ്പെടുകയാണ്. ആനയും അതോടെ അതിന് സമ്മതിച്ചു. ആന അവിടെ നിന്നും നേരെ പോയത് ഒരു ഡ്രൈ ക്ലീനിംഗ് ഷോപ്പിലേക്കായിരുന്നു.
പുറത്തു നിന്നതൊരു ഡ്രൈ ക്ലീനിംഗ് ഷോപ്പ് ആണെങ്കിലും അവിടെ അതുമാത്രമായിരുന്നില്ല നടക്കുന്നത്. അതിന്റെ പിന്നാമ്പുറത്ത് അതിന്റെ ഓണറായ ബെന്നിയുണ്ട്. ബെന്നി ഒരു IT എക്സ്പേർട്ടും ഒരു ഹാക്കറുമൊക്കെയാണ്. ലൂക്കാസ് ഹെയ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ ബെന്നിയുടെ സഹായം അന്ന തേടി. അന്ന തിരികെ തന്റെ ജോലിയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അന്നയുടെ ബുക്ക് ഷോപ്പിൽ ഒരു വിസിറ്റർ എത്തിയിരുന്നു. മൈക്കൽ റംബ്രാൻഡ് എന്ന് പേരുള്ള ഒരു ബുക്ക് ചോദിച്ചുകൊണ്ടായിരുന്നു അയാൾ വന്നത്. അതൊരു റെയർ ബുക്കാണ് എന്ന് പറയുകയും ചെയ്തു. വന്നയാൾക്ക് ആ ബുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അയാൾ അന്നയോട് വല്ലാത്ത രീതിയിൽ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പോകുന്നതിന് മുമ്പ് അയാൾ അന്നയ്ക്ക് തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. എന്നെങ്കിലും അന്ന തന്നെ കോണ്ടാക്ട് ചെയ്യും എന്നൊരു മോഹം അയാൾക്കുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അയാൾ ഒരു ബുക്കിലെ വാചകം കോട്ട് ചെയ്തു പറഞ്ഞു. പക്ഷെ അന്ന അപ്പോഴും വലിയ തോതിൽ ഇംപ്രസ്ഡ് ആയില്ല. വൈകാതെ ആനയും ബെന്നിയും പുറത്തു വെച്ച് കണ്ടു. ബെന്നി താൻ കണ്ടെത്തിയ കുറച്ച് വിവരങ്ങൾ ആനയ്ക്ക് കൈമാറി. ആന വിയറ്റ്നാമിലായിരുന്ന കാലത്ത് ലൂക്കാസ് ഹെയ്സും അവിടെ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ബെന്നി സൂചിപ്പിച്ചിരുന്നു. ലൂക്കാസ് ഹെയ്സിനെ പറ്റി കുറച്ച് വിവരം കിട്ടിയതും മൂടിയെ കാണുവാൻ അന്ന മൂടി താമസിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ കയറി ചെന്ന് അന്ന കണ്ടത് ഹൗസ് കീപ്പർ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. വീടിനകത്തുകൂടെ കൂടുതൽ കരുതലോടെ മുമ്പോട്ട് നീങ്ങിയ അന്ന താൻ ഗിഫ്റ്റായി കൊടുത്ത ഗിറ്റാർ തകർന്നു കിടക്കുന്നത് നേരിൽ കണ്ടു. മുമ്പിലേക്ക് ചെന്നപ്പോൾ ബാത്ടബിൽ മൂടിയെപ്പോലെയുള്ള ഒരു മൃതശരീരം കിടക്കുന്നതും അന്ന നോക്കിക്കണ്ടിരുന്നു. അതേ ഭാഗത്തായി ഡ്രോണിൽ മൂടിയുടെ പെൻഡ്രൈവ് തൂങ്ങിക്കിടക്കുന്നതും അന്നയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന ആ പെൻഡ്രൈവ് കൈവശപ്പെടുത്തി. കാര്യങ്ങൾ ശരിയല്ലെന്ന് തോന്നിയ അന്ന ബെന്നിയെ കാണുവാൻ ഡ്രൈ ക്ലീനിംഗ് സെന്ററിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ബെന്നിയും കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. വലിയ എന്തോ അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയ അന്ന ആ നഗരം വിട്ട് രക്ഷപ്പെട്ടു പോകുവാൻ തന്റെ ബുക്ക് സ്റ്റോറിലേക്ക് പാഞ്ഞു ചെന്നു. പക്ഷേ സാധനങ്ങളെടുത്ത് അന്ന രക്ഷപ്പെടാൻ ഒരുങ്ങിയതും അന്ന ആക്രമിക്കപ്പെടുകയാണ്. അവൾക്കെതിരെ വലിയ തോതിൽ ഷൂട്ടൌട്ട് സംഭവിച്ചെങ്കിലും അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞുമാറിയ അന്ന ഒരു തരത്തിൽ ആ അസാസിൻസിനെയൊക്കെ വകവരുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. പോലീസ് എത്തുന്നതിനു മുമ്പേ അവിടം വിട്ട് പോരുവാൻ അന്നയ്ക്ക് സാധിച്ചിരുന്നു. അടുത്ത ദിവസം ഒരു ഇന്റർനെറ്റ് കഫേയിൽ കയറിയ അന്ന തന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവുകൾ വെച്ച് ലൂക്കാസ് ഹെയ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ലൂക്കാസ് ഹെയ്സിനെ പറ്റി തിരയാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ലൂക്കാസ് ഹെയ്സുമായി ഇതിനെന്തൊക്കെയോ ബന്ധമുണ്ട് എന്നെന്നെ സംശയിച്ചിരുന്നു. ഡീറ്റെയിൽസ് നോക്കിയ അന്നയ്ക്ക് കുറച്ചു കാര്യങ്ങൾ മനസ്സിലായി. ലൂക്കാസ് ഹെയ്സിന്റെ അച്ഛൻ എഡ്വാർഡ് ഹെയ്സ് വിയറ്റ്നാമിൽ വെച്ച് ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അതും 1991 യാദൃച്ഛികമായി. അതേസമയം മൂടി അവിടെ ഉണ്ടായിരുന്നു. ലൂക്കാസ് ഒരു കെമിക്കൽ കമ്പനിയുടെ ഓണറായിരുന്നെന്നും ലൂക്കാസിന്റെ മരണശേഷം ലൂക്കാസിന്റെ പാർട്ട്ണർ കൂടിയായ ജോസിനോ വോൾ ആ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും പെൻഡ്രൈവിൽ നിന്ന് അവൾ മനസ്സിലാക്കി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അന്നയ്ക്ക് വിയറ്റ്നാമിലേക്ക് പോവണമായിരുന്നു. പഴയ ട്രോമകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് അന്നയെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാം. പക്ഷേ എന്നിരുന്നാലും മൂടി അവസാനമായി പറഞ്ഞ കാര്യം, തന്റെ ജീവനെതിരെ നിൽക്കുന്ന കാര്യം, അന്ന വിയറ്റ്നാമിലേക്ക് പുറപ്പെട്ടു. വിയറ്റ്നാമിലെത്തിയ അന്ന ബില്ലി ബോയ് എന്ന പേരുള്ള ബൈക്കർ ഗ്യാങ്ങിന്റെ തലവനെ കണ്ടുമുട്ടി. മോഡിയുടെ പഴയ സുഹൃത്തായിരുന്നു ബൈക്കർ ഗ്യാങ് തലവനായ ബില്ലി ബോയ്. ബില്ലി ബോയുമായി സംസാരിച്ച അന്ന ജോസിനോ വോളുമായി തനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തരണം എന്ന് ബില്ലിയോട് ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് CEO ഓഫീസിലേക്ക് അന്ന ഒരു ബോക്സ് ചുരുട്ടും കൊറിയറായി അയച്ചിരുന്നു. വോളിനെ ഓഫീസിൽ വെച്ച് എതിരിടുക കാണുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളിനെ കാണാൻ മറ്റു വഴികളൊന്നുമില്ലാതായതോടെ ബില്ലി ബോയുടെ സഹായത്തോടെ വഴിയിൽ വെച്ച് വോളിന്റെ കാർ ബ്ലോക്ക് ചെയ്ത് അന്ന വോളിന്റെ കാറിൽ കയറി വോളുമായി സംസാരിച്ചു. കാറിനകത്ത് വെച്ച് തന്റെ നെയിം കാർഡ് വോളിന് കൈമാറിയ അന്ന അയാളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹെയ്സിനെ പറ്റി കൂടുതൽ വിവരം തനിക്ക് അറിയണമെന്നും എഡ്വാർഡ് ഹെയ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ബിസിനസ് കാർഡ് വെച്ച് തന്നെ കോണ്ടാക്ട് ചെയ്ത് അറിയിക്കാം എന്നും പറഞ്ഞ് അന്ന അവിടെ നിന്ന് പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അന്നയ്ക്ക് വോളിന്റെ കോൾ വന്നു. സംസാരിക്കാൻ അന്നയെ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കോളായിരുന്നു അത്. അന്ന അങ്ങനെ വോളിന്റെ ഓഫീസിലേക്ക് എത്തി. അവിടെ വോളിനൊപ്പം വോളിന്റെ ലോയറായ ഡുക്കേറ്റും ഉണ്ടായിരുന്നു. 30 കൊല്ലം മുമ്പുള്ള എഡ്വാർഡ് ഹെയ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമേൽ അന്നയ്ക്ക് എന്താണ് ഇത്രമേൽ താല്പര്യം എന്ന് വോൾ അന്നയോട് ചോദിച്ചു. താൻ എഡ്വാർഡ് ഹെയ്സിന്റെ മകൻ ലൂക്കാസ് ഹെയ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അന്ന മറുപടി പറഞ്ഞു. ലൂക്കാസ് ഹെയ്സ് ആയിരിക്കും ഹൗസ് കീപ്പറിന്റെയും മൂടിയുടെയും അടക്കമുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നെ വിശ്വസിച്ചിരുന്നു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വോൾ പറയാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഡുക്കേറ്റ് എഴുന്നേറ്റ് ചെന്ന് വോളിന്റെ അടുത്ത് നിന്ന് വോൾ പറയുന്നതിനു മുമ്പേ വോളിന്റെ തലയിലൂടെ ഒരു ബുള്ളറ്റ് വായിച്ചു. വോൾ കൊല്ലപ്പെട്ടു. ഡുക്കേറ്റ് അന്നയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അന്ന കൊറിയറായി അയച്ചിരുന്ന ചുരുട്ട് ബോക്സ് മേശപ്പുറത്തിരിക്കുന്നത് അന്ന മുമ്പേ ശ്രദ്ധിച്ചിരുന്നു. അതിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച തന്റെ കത്തിയെടുത്ത് അന്ന ഡുക്കറ്റിനെ ആക്രമിച്ചു. പിന്നാലെ പുറത്തുള്ള ഗാർഡുകളെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം അന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. പക്ഷേ ഡുക്കറ്റും സംഘവും അന്നയെ പിന്തുടർന്നു വന്നുകൊണ്ടിരുന്നു. സാഹസികമായി അവർ
അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ നോക്കിയെങ്കിലും ഒടുവിൽ എന്നെ ഒരു കാറിടിച്ചു വീഴുകയാണ്. ഡുക്കറ്റ് എന്നെയെ പിടികൂടി ബന്ദിയാക്കി ഒരു ഹൈഡൌട്ടിലേക്ക് മാറ്റി. എന്തിനാണ് ലൂക്കാസ് ഹെയ്സിനെ അന്ന അന്വേഷിക്കുന്നത് എന്ന് ഡുക്കറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അന്ന പക്ഷേ മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. വളരെ ക്രൂരമായ രീതിയിൽ അന്നയെ അവർ ഉപദ്രവിച്ചു. അന്നയെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന ഒരു വാക്കുപോലും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് മൈക്കിൾ എന്ന വ്യക്തി കടന്നു വന്നു. പണ്ട് ബുക്ക് ഷോപ്പിൽ വന്ന് അന്നയോട് ഫ്ലേറ്റ് ചെയ്ത അതേ വ്യക്തി തന്നെ. താനും ഡുക്കറ്റും ഒരേ ബോസിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും അന്നയെ സഹായിക്കാൻ താൻ തയ്യാറാണ് എന്നും മൈക്കിൾ പറഞ്ഞു. അന്ന മൈക്കിളിനോടും ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഡുക്കറ്റിനോട് അന്നയെ ഉപദ്രവിക്കുന്നത് നിർത്തണം എന്ന് മൈക്കിൾ ആവശ്യപ്പെട്ടു. വോളിനെ കൊല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ലെന്നും നമ്മുടെ ബോസുമായി നേരിട്ട് കണക്ഷനുള്ള വ്യക്തിയാണല്ലോ വോൾ എന്ന് ഡുക്കറ്റ് മൈക്കിളിനോട് മൈക്കിളിന്റെ ചോദ്യത്തിന് വിശദീകരണം പറഞ്ഞു. മൈക്കിൾ പോയതിന് പിന്നാലെ ഡുക്കറ്റിന്റെ ആളുകൾ അന്നയുടെ ഹൈഡൌട്ടിലേക്ക് കടന്നു ചെന്നു. അന്നയെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം അവർ ആരംഭിച്ചു. പക്ഷേ അന്ന അത്ര നിസാരക്കാരിയല്ലല്ലോ. അവസരം കൈവന്നപ്പോൾ അവരെ തിരിച്ചാക്രമിച്ച അന്ന അവരെയൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. വൈകാതെ അന്ന രക്ഷപ്പെട്ട വിവരം മൈക്കിൾ അറിഞ്ഞിരുന്നു. ഡുക്കറ്റിനടുത്തെത്തിയ മൈക്കിൾ അന്നയെ ചേസ് ചെയ്യേണ്ടെന്നും എഡ്വാർഡ് ഹെയ്സിനെ പറ്റി അറിയുവാൻ അവൾ തങ്ങളെ തന്നെ തേടിയെത്തുമെന്നും അവനോട് വ്യക്തമാക്കി. രക്ഷപ്പെട്ടു പോയ അന്ന നേരെ പോയത് ബില്ലിയുടെ ഇടത്തേക്കായിരുന്നു. ബില്ലിയുമായി അന്ന സംസാരിച്ചു. അന്നയ്ക്ക് ബില്ലി പ്രതീക്ഷകൾ കൊടുത്തു. തന്റെ പാസ്റ്റിനെ പറ്റിയും മോഡി തന്നെ രക്ഷപ്പെടുത്തിയതിനെ പറ്റിയുമൊക്കെ അന്ന് ബില്ലിയോട് അന്ന പറയുന്നുണ്ട്. തന്റെ ഫാമിലി മരണപ്പെട്ട ശേഷം മോഡിയാണ് തന്നെ വളർത്തിയതെന്നും തനിക്ക് ജീവിതം തന്നതെന്നും അതുകൊണ്ട് മോഡിയുടെ മരണത്തിന് താൻ പ്രതികാരം ചെയ്യും എന്നും അന്ന തറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ലൂക്കാസ് ഹെയ്സിനെ പറ്റിയുള്ള വിവരം അന്നയ്ക്ക് ലഭിക്കുകയാണ്. വളരെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അവിടെ ആയിരുന്നു ലൂക്കാസ് ഹെയ്സ് ഉണ്ടായിരുന്നത്. അന്ന അങ്ങോട്ടേക്ക് ചെന്നു. അതൊരു ആതുര സേവന കേന്ദ്രമായിരുന്നു. ലൂക്കാസ് തന്റെ പേര് ക്രിസ്ത്യൻ എന്ന് മാറ്റിയ കാര്യമൊക്കെ അവിടുത്തെ സിസ്റ്ററിൽ നിന്നും അന്ന ചോദിച്ചറിഞ്ഞു. 6 വയസ്സ് തൊട്ട് കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, സംസാരിക്കാത്ത കുട്ടിയെന്ന് സിസ്റ്റർ അന്നയോട് പറഞ്ഞു. ലൂക്കാസ് ഹെയ്സിനെ കണ്ട അന്ന ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. താൻ ചിന്തിച്ച പോലൊരു വ്യക്തിയെ ആയിരുന്നില്ല ലൂക്കാസ് ഹെയ്സ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പാവം മനുഷ്യൻ. അതോടെ ലൂക്കാസ് ഹെയ്സ് അല്ല മോഡിയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് അന്ന മനസ്സിലാക്കി. അധികം വൈകാതെ അന്നയെ തേടി മൈക്കിളിന്റെ കോൾ വരികയാണ്. ഒരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചായിരുന്നു കോൾ. മൈക്കിളിന് മുമ്പ് തൊട്ടേ അന്നയ്ക്ക് മേലൊരു കണ്ണുള്ളതാണല്ലോ. ഡേറ്റിന് വന്നാൽ അവിടെ വെച്ച് എഡ്വാർഡ് ഹെയ്സിനെ പറ്റി എല്ലാ വിവരവും താൻ പറയാം എന്നും മൈക്കിൾ സൂചിപ്പിക്കുന്നുണ്ട്. അന്നയും ഡേറ്റിന് സമ്മതിച്ചു. അങ്ങനെ ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ വെച്ച് അവർ മീറ്റ് ചെയ്യുകയാണ്. മൈക്കിളിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മൈക്കിളിന് നേരെ ടേബിളിനടിയിലൂടെ തോക്ക് ചൂണ്ടി താൻ ഇവിടെ വന്നത് വിവരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ തറപ്പിച്ചു പറഞ്ഞു. മൈക്കിളും അതേസമയം മറുവശത്തേക്ക് തോക്ക് ചൂണ്ടി. വിവരങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമില്ലാത്ത പോലായിരുന്നു മൈക്കിളും പെരുമാറിയത്. അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഒടുവിൽ അവരിരുവരും എത്തിച്ചേരുകയാണ്. മറുവശത്ത് മൈക്കിളിന്റെയും അന്നയുടെയും മീറ്റിംഗിനെ പറ്റി ഡുക്കറ്റ് അറിഞ്ഞിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മൈക്കിളിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഡുക്കറ്റ് കുറച്ച് ഗുണ്ടകളെ അയച്ചു. പക്ഷേ മൈക്കിൾ യാഥാർത്ഥ്യത്തിൽ ഒരു പ്രൊഫഷണൽ അസാസിനാണ്. അതുകൊണ്ട് തന്നെ ഡുക്കറ്റ് അയച്ച ഗുണ്ടകളൊക്കെ മൈക്കിളിനൊരു വിഷയമേ ആയിരുന്നില്ല. വളരെ എളുപ്പത്തിൽ മൈക്കിൾ അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇതേ സമയം ഡുക്കറ്റിനെ പറ്റി വിവരം ലഭിച്ചിരുന്ന അന്ന ഡുക്കറ്റിന്റെ ഇടത്തെത്തി ഡുക്കറ്റിനെ ആക്രമിച്ച് ക്രൂരമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഡുക്കറ്റിനെ തീർക്കുവാൻ മൈക്കിളും ഡുക്കറ്റിന്റെ വീട്ടിലേക്ക് അതേ സമയമായിരുന്നു വന്നു ചേർന്നത്. മൈക്കിൾ വീടിനകത്തേക്ക് കയറിയപ്പോൾ തൂക്കി കൊന്നിട്ടിരിക്കുന്ന നിലയിൽ ഡുക്കറ്റിനെ കണ്ട് മൈക്കിൾ ഞെട്ടിത്തരിക്കുന്നുണ്ട്. പിന്നാലെ മൈക്കിളിന് അന്നയുടെ കോൾ വന്നു. തനിക്കിപ്പോൾ ആവശ്യമായ ഇൻഫർമേഷൻ ഒക്കെയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോൾ ചെയ്യുമ്പോഴും ഡുക്കറ്റിന്റെ വീടിനുള്ളിൽ തന്നെ ആന മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മൈക്കിൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവർ തമ്മിൽ ശക്തമായൊരു ഫൈറ്റ് സംഭവിച്ചു. ഇരുവർക്കും പരസ്പരം ഒരു സ്നേഹമൊക്കെ തോന്നിയിരുന്നതുകൊണ്ടും അവർ തമ്മിലുള്ള ഫൈറ്റും പതിയെ ഫൈറ്റിൽ നിന്നും ഒരു സ്നേഹപ്രകടനങ്ങളിലേക്ക് മാറി. അവർ പിന്നീട് അവിടെ വെച്ച് തന്നെ ഇന്റിമേറ്റ് ആവുകയും ചെയ്തു. ശേഷം അന്ന അവിടെ നിന്ന് പോവാൻ നേരം ഡുക്കറ്റിന്റെ ഒരാൾ അന്നയെ ആക്രമിക്കുകയാണ്. ഷൂട്ട് ചെയ്ത് അയാൾ അന്നയെ കൊല്ലാൻ അടുത്തപ്പോഴേക്കും മറ്റൊരാൾ വന്ന് അയാളെ വകവരുത്തി അന്നയെ രക്ഷപ്പെടുത്തി. ഞെട്ടലോടെ തന്നെ രക്ഷപ്പെടുത്തിയ ആളുടെ രൂപം അന്ന നോക്കിക്കണ്ടു. മരിച്ചു എന്ന് അന്ന കരുതിയ മോഡിയായിരുന്നു അത്. മോഡി പിന്നാലെ അന്നയെ ട്രീറ്റ് ചെയ്യുമ്പോൾ നടന്നതെന്തെന്ന് വ്യക്തമാക്കി. മോഡിയെ കൊല്ലാൻ അറ്റാക്കർ വന്നിരുന്നു. മോഡി
മൂടി അയാളെ വകവരുത്തിയ ശേഷം തന്റെ മരണം ഫേക്ക് ചെയ്യുവാൻ അയാളുടെ മുഖം തന്നെ വികൃതമാക്കി തന്റെ വസ്ത്രങ്ങൾ അയാളെ ധരിപ്പിച്ച് ബാത്ത് ടബിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്താണ് ശരിക്കും നടക്കുന്നത്, എന്തിനാണ് ഒരാൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്, ആളെ അയക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു മൂടി അത്തരത്തിൽ പ്രവർത്തിച്ചത്. മാത്രമല്ല അന്നയുടെ പിന്നാലെ തന്നെ മൂടിയും ഉണ്ടായിരുന്നു. ഇതേ സമയം മൈക്കിളാകട്ടെ മറുവശത്ത് തന്റെ ബോസിനെ കണ്ട് സംസാരിക്കാനെത്തി. മൈക്കിൾ സംസാരിച്ച ബോസ് യാഥാർത്ഥ്യത്തിൽ മരണപ്പെട്ടു എന്ന് ഏവരും ചിന്തിക്കുന്ന എഡ്വാർഡ് ഹെയ്സ് തന്നെയായിരുന്നു. അന്നത്തെ ബോംബാക്രമണത്തിൽ എഡ്വാർഡ് ഹെയ്സ് മരണപ്പെട്ടിരുന്നില്ല. അന്നയ്ക്ക് നിലവിൽ വിവരങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ മൈക്കിൾ എഡ്വാർഡ് ഹെയ്സിന്റെ ജീവന് അപകടമുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. എഡ്വാർഡ് ഹെയ്സ് ആണെങ്കിൽ വൈകാതെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ നിൽക്കുകയായിരുന്നു, അതും വളരെ വലിയൊരു പാർട്ടി. അതുകൊണ്ട് തന്നെ അന്ന് ആക്രമണ സാധ്യത മുമ്പിൽ കണ്ട് വേണ്ട സുരക്ഷയൊരുക്കുവാൻ മൈക്കിളിന് എഡ്വാർഡ് ഹെയ്സ് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അന്ന അവിടെ എത്തിയാൽ അവളെ കൊന്നു തള്ളുവാൻ വേണ്ടി എഡ്വാർഡ് ഹെയ്സിന്റെ ഓർഡറും ഉണ്ടായിരുന്നു. പക്ഷേ മൈക്കിളിനാണെങ്കിൽ അന്നയെ ഇഷ്ടമാണ്, അവളോട് ഫീലിംഗ്സും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് മൈക്കിൾ അല്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ പാർട്ടിയുടെ ദിവസം എത്തി. കാറ്ററിംഗ് സ്റ്റാഫിന്റെ വേഷത്തിൽ എഡ്വാർഡ് ഹെയ്സിന്റെ പാർട്ടിയിലേക്ക് അന്ന കടന്നു കയറുകയാണ്. ബീച്ചിനായി എഡ്വാർഡ് ഹെയ്സ് വേദിയിലെത്തുമ്പോൾ എഡ്വാർഡ് ഹെയ്സിനെ വെടിവെച്ച് കൊല്ലാനായിരുന്നു അന്ന പദ്ധതിയിട്ടിരുന്നത്. എല്ലാത്തിനും പിന്നിൽ എഡ്വാർഡ് ഹെയ്സ് ആണെന്ന് അന്ന മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അന്ന അതിന് മുതിരുന്നത് മൈക്കിൾ നോക്കിക്കണ്ടു. അന്നയ്ക്ക് മേലേക്ക് എടുത്തു ചാടി അന്നയുടെ നീക്കത്തെ മൈക്കിൾ തടയുകയാണ്. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ എന്നിരുന്നാലും ആളുകൾക്കിടയിൽ തിരക്കിലൂടെ അന്ന രക്ഷപ്പെട്ട് പുറത്തുപോയി. മറുവശത്ത് എഡ്വാർഡ് ഹെയ്സ് ആകട്ടെ അവിടുത്തെ ബങ്കർ റൂമിലേക്ക് രക്ഷപ്പെട്ട് കയറിയിരുന്നു. അവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളിലൂടെ അയാൾ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് എഡ്വാർഡിന്റെ ബങ്കർ റൂമിലേക്ക് മൂടി കടന്നു കയറി വരുന്നത്. മൂടി അവിടെ കണ്ട് എഡ്വാർഡ് ഷോക്കായിരുന്നു. കാരണം പാസ്വേഡിനാൽ ഏറെ സെക്യൂരിറ്റി ചെയ്തിട്ടുള്ള ഒരിടമാണ് ആ ബങ്കർ. ഡ്രോൺ ഉപയോഗിച്ച് എഡ്വാർഡ് ബങ്കറിൽ കയറിയപ്പോൾ പാസ്വേഡ് താൻ മനസ്സിലാക്കിയതായും പിന്നീട് എളുപ്പത്തിൽ അകത്ത് കയറി എന്നും മൂടി വ്യക്തമാക്കി. പിന്നാലെ അവർ തമ്മിലുള്ള സംസാരം ആരംഭിച്ചു. മുമ്പ് കാർ അപകടം നടത്തി എഡ്വാർഡിനെ കൊല്ലുവാൻ വേണ്ടി മൂടിക്ക് കൊട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ, മൂടി അത് നടപ്പിൽ വരുത്തിയതുമാണ്. എഡ്വാർഡ് പിന്നെ എങ്ങനെ ജീവനോടിരിക്കുന്നു എന്നായിരുന്നു മൂടിയുടെ സംശയം. എഡ്വാർഡ് കാര്യങ്ങൾ വ്യക്തമാക്കി. ആ കാലത്ത് തന്റെ ജീവനെതിരെ കുറെ അപകട ഭീഷണി ഉണ്ടായിരുന്നു. തന്റെ മകൻ ലൂക്കാസിന്റെ ജീവൻ സുരക്ഷിതമാക്കാനാണ് താൻ അന്ന് ആ ഫേക്ക് ഡെത്ത് ക്രിയേറ്റ് ചെയ്തത്. താൻ ചെയ്ത ക്രൈമുകളും തെറ്റുകളുമൊന്നും തന്റെ മകന്റെ ജീവിതത്തെ ബാധിക്കരുതെന്ന് കരുതി. പിന്നീട് മൂടി ലൂക്കാസ് ഹെയ്സിനെ അന്വേഷിക്കുന്നത് കണ്ട് കാര്യങ്ങളൊക്കെ പുറത്തു വരുമോ എന്ന് ഭയന്നായിരുന്നു മൂടിയെ ഇല്ലാതാക്കി ഒക്കെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ എഡ്വാർഡ് ഹെയ്സ് ശ്രമിച്ചത്. എഡ്വാർഡ് ഹെയ്സിനെ ജീവനോടെ വിടുവാൻ മൂടി ഒരുക്കമായിരുന്നില്ല. തന്നെ അടക്കം കൊല്ലാൻ നോക്കിയ വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബോംബ് എഡ്വാർഡ് ഹെയ്സിന്റെ അവിടെ ഏൽപ്പിച്ച് ബങ്കർ ലോക്ക് ചെയ്ത് മൂടി പുറത്തു കടക്കുകയാണ്. ഇതേ സമയം മറുവശത്ത് പുറത്തുണ്ടായിരുന്ന അന്നയ്ക്കെതിരെ തോക്ക് ചൂണ്ടി മൈക്കിൾ എത്തിച്ചേരുകയായിരുന്നു. എഡ്വാർഡ് ഹെയ്സിനെ കൊല്ലുവാൻ നല്ലൊരു അവസരമുണ്ടായിരുന്നിട്ടും അന്ന എന്തേ ഹാളിൽ വെച്ചത് ചെയ്തില്ല എന്ന് മൈക്കിൾ ചോദിച്ചു. അതായിരുന്നില്ല തങ്ങളുടെ പദ്ധതി എന്നായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ മൂടി അവിടെ സ്ഫോടനം നടത്തി. ബങ്കർ അടക്കമുള്ള കെട്ടിടം തന്നെ പൊട്ടിത്തെറിച്ചിരുന്നു. ആ അവസരം മുതലെടുത്ത് മൈക്കിളിൽ നിന്ന് അന്ന രക്ഷപ്പെടുകയും ചെയ്തു. മൈക്കിളിന് അന്നയെ പിടികൂടി കൊല്ലണം എന്നുണ്ടായിരുന്നു. വൈകാതെ മൈക്കിളിന്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ മെസ്സേജ് വന്നു. അന്ന അയച്ചതായിരുന്നു അത്. അന്നയും ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പണ്ട് ആദ്യമായി അന്നയെ മൂടി കണ്ടെത്തിയ ഇടമായിരുന്നു അത്. അന്നയുടെ ഓർമ്മകൾ ആ പഴയ സംഭവത്തിലേക്ക് പോയി. അന്നയുടെ പാരന്റ്സിനെയും സഹോദരിമാരെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഗ്യാങ്സ്റ്റർ സംഘം അവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ക്രൂരമായി കൊന്നിരുന്നു. അവിടെ വെച്ച് അവിടുത്തെ ഒരു സർജൻ തോക്ക് അസംബിൾ ചെയ്യുന്നത് അവൾ നോക്കിക്കണ്ടിരുന്നു. പുറത്തു കിടന്ന അസംബിൾ ചെയ്യാനുണ്ടായിരുന്ന തോക്ക് നിമിഷ നേരം കൊണ്ട് അസംബിൾ ചെയ്തെടുത്തിയ അവൾ അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ്സ്റ്റേഴ്സിനെ മുഴുവൻ അന്ന് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ശേഷം അവൾ മറഞ്ഞിരിക്കുമ്പോഴാണ് മൂടി എത്തുന്നതും മൂടി അവളെ രക്ഷപ്പെടുത്തുന്നതും. ഓർമ്മകളിൽ നിന്ന് അവൾ ഉണർന്നപ്പോഴേക്കും മൈക്കിൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇരുവരും പരസ്പരം തോക്ക് ചൂണ്ടിയിരുന്നു. ഇതെല്ലാം അവസാനിപ്പിച്ച് എനിക്ക് സ്വസ്ഥമായി സമാധാനത്തോട് ജീവിക്കണം എന്നെ മൈക്കിളിനോട് പറഞ്ഞു. മൈക്കിൾ ഉണ്ടാവുന്നിടത്തോളം കാലം അത് സാധ്യമായിരിക്കില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. വൈകാതെ ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും ഒരു വെടിയൊച്ച മുഴങ്ങിക്കേട്ടു. പരസ്പരം തോക്ക് ചൂണ്ടി നിന്ന അവരിൽ ആരായിരിക്കും കൊല്ലപ്പെട്ടിരിക്കുക? ഉത്തരമെന്തെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞതും അന്ന ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.